സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, പ്രപഞ്ചം നമ്മുടെ ഓരോ ചിന്തയും, ഓരോ വികാരവും, ഓരോ ആഗ്രഹവും ശ്രദ്ധിക്കുന്നുണ്ടെന്ന്? അതെ, ഇത് സത്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടാൻ കഴിയുന്ന ഒരു വഴിയുണ്ട്: പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി പ്രപഞ്ചത്തോട് എങ്ങനെ ശരിയായ രീതിയിൽ സംസാരിക്കാമെന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് ബുദ്ധിമാന്മാരും മഹാനായ സന്യാസിമാരും വിശ്വസിക്കുന്ന ഒരു പുരാതന സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനും പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജ്ജവുമായി ബന്ധപ്പെടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തോ അതുതന്നെ നിങ്ങൾക്ക് ലഭിക്കും. പ്രപഞ്ചത്തിന്റെ ഈ അത്ഭുത രഹസ്യം മനസ്സിലാക്കാനുള്ള യാത്ര നമുക്ക് ആരംഭിക്കാം. പക്ഷേ സുഹൃത്തുക്കളെ, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഒരു മനോഹരമായ കമന്റ് ചെയ്യുക. വീഡിയോ തുടങ്ങാം. സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയാമോ, നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തോട്, ഈ പ്രകൃതിയോട് സംസാരിക്കാൻ കഴിയും. ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയും ഈ പ്രപഞ്ചത്തോട് ചോദിക്കാൻ കഴിയും. അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കും. നിങ്ങൾക്കറിയാമോ, ഈ പ്രപഞ്ചമാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ശക്തി അതിനുണ്ടെന്ന്. സുഹൃത്തുക്കളെ, നമ്മൾ ഒരു സകാരാത്മക ഊർജ്ജത്താൽ ചുറ്റപ്പെട്ടവരാണ്. നമ്മിലുള്ള ആ പോസിറ്റീവ് എനർജി കാരണം നമ്മൾ പറയുന്നതെന്തും പ്രപഞ്ചത്തിൽ എത്താൻ കഴിയും. നമ്മുടെ ചിന്തകൾ നമ്മുടെ വികാരങ്ങളുടെ ഒരു കമ്പന ആവൃത്തിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ പഠിക്കുകയും അതിലൂടെ ഒരു ബന്ധം സ്ഥാപിക്കുകയും ചെയ്താൽ പ്രപഞ്ചത്തിന്റെ ശക്തി നിങ്ങൾ അനുഭവിച്ചറിഞ്ഞാൽ നിങ്ങളുടെ ഒരു ആഗ്രഹവും സഫലമാകാതെ പോകില്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആളുകളും നിങ്ങൾക്ക് ലഭിക്കുന്ന പുതിയ അനുഭവങ്ങളും എല്ലാം നിങ്ങളുടെ ചിന്തകളുടെ ആകർഷണത്തിന്റെ ഫലമാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ പ്രപഞ്ചവുമായി നിങ്ങൾക്ക് എങ്ങനെ സംവദിക്കാം, സംസാരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും എങ്ങനെ വിശ്വസിക്കാം എന്ന് നമ്മൾ പറയാൻ പോകുകയാണ്. ഈ സിദ്ധാന്തം തിരഞ്ഞെടുക്കുന്നതിന്റെ അർത്ഥം ഒരു അദ്വിതീയ അനുഭവം നേടുന്നതിനും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ആകർഷിക്കുന്നതിനും വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ആന്തരിക ആവൃത്തി മാറ്റാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നിങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ചൈതന്യത്തിന്റെ ആവൃത്തിയും ഊർജ്ജനിലയും വർദ്ധിപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രപഞ്ചത്തോട് സംസാരിക്കുമ്പോൾ ആ സമയം നിങ്ങൾ തയ്യാറാകുക. അത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ കാണപ്പെടും. ഇത് നിങ്ങളുടെ ഊർജ്ജത്തെ പ്രപഞ്ചത്തിൽ നിന്ന് പുതിയ അനുഭവങ്ങളെ ആകർഷിക്കാൻ അനുവദിക്കും. ഈ വിധി നമ്മെ സൃഷ്ടിച്ചതുകൊണ്ട് നമ്മുടെ ചുറ്റും ആ ശക്തിയുണ്ട്. അതുവഴി നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകാൻ പോകുന്ന സംഭവങ്ങളെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് പ്രപഞ്ചത്തിലേക്ക് അയക്കാം. ഒരു പ്രതിധ്വനി ശബ്ദം പോലെ അത് നിങ്ങളിലേക്ക് തിരികെ വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ഈ ശക്തി മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സംഭവങ്ങൾ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും, ഒരു പുതിയ ബന്ധം, പുതിയ ജോലി, ധാരാളം പണം, അല്ലെങ്കിൽ മനസ്സമാധാനം, ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രപഞ്ചത്തോട് സംസാരിക്കാനും നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചോദിക്കാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു എളുപ്പവഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഈ വഴികളെ നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ ഫോൺ നമ്പർ എന്നും വിളിക്കാം. ആ ഫോൺ നമ്പർ അറിയാൻ നിങ്ങൾ തയ്യാറാണോ? തുടങ്ങാം. പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം വികസിപ്പിക്കുക. സുഹൃത്തുക്കളെ, നിങ്ങൾ ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയില്ലെങ്കിൽ, നിങ്ങളിപ്പോൾ പ്രപഞ്ചവുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രപഞ്ചം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയാണത്. നമ്മുടെ പ്രപഞ്ചം ഏറ്റവും നിഗൂഢമായ കാര്യമാണ്. ഇന്നുവരെ ഒരു ശാസ്ത്രജ്ഞനും വലിയൊരു ശാസ്ത്രീയ കണ്ടെത്തലിനും അതിന്റെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഏറ്റവും ശക്തമാണ്. ഇത് ഏറ്റവും അധികമാണ്. ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചവുമായി ഒരു ആഴമായ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ ആദ്യം ഈ ദിവ്യശക്തിയിൽ വിശ്വസിക്കുകയും ക്ഷമയോടെ അതിന്റെ അത്ഭുതത്തിനായി കാത്തിരിക്കുകയും വേണം. നിങ്ങൾക്ക് ഏതു രൂപത്തിലും പ്രപഞ്ചത്തിന്റെ ശക്തിയെ ആവാഹിക്കാം. ലളിതമായി പറഞ്ഞാൽ, പ്രപഞ്ചം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഏതു രൂപത്തിലും മറുപടി നൽകിയേക്കാം. ആകാശത്ത് പറക്കുന്ന ഒരു പക്ഷിക്ക് പോലും നിങ്ങൾക്കൊരു സൂചന നൽകാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഫോൺ കോളിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് ആ അടയാളം ഏതു രൂപത്തിലും ലഭിക്കാം. നിങ്ങൾക്ക് വേണ്ടത് പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക എന്നതാണ്. നിങ്ങൾ പൂർണ്ണമായും ശാന്തമായിരിക്കണം. പ്രപഞ്ചശക്തികളിൽ നിങ്ങളുടെ വിശ്വാസം വളർത്തണം. നിങ്ങളുടെ ലക്ഷ്യം നിർണ്ണയിക്കുക. രണ്ടാമത്തെ ഘട്ടം നിങ്ങൾ പ്രപഞ്ചത്തോട് എന്താണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ അത് ചോദിക്കുമ്പോൾ അത് തീർച്ചയായും ലഭിക്കും. അത് പൂർത്തീകരിക്കുന്നതിന്റെ സൂചനകൾ ലഭിക്കും. ആ വഴികളുടെ സൂചനകൾ നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കും. പക്ഷേ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ തന്നെ അത് ലഭിക്കുമെന്ന് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ വെറുപ്പും നിഷേധാത്മകതയും വെച്ച് നിങ്ങൾ പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന പരാജയപ്പെട്ടേക്കാം. പൂർണ്ണമായ ആദരവോടും വികാരത്തോടും കൂടി നിങ്ങളുടെ ഹൃദയം കൊണ്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുക. ഒരു വിദ്വേഷവും വയ്ക്കാതിരിക്കുക. നിങ്ങളുടെ നല്ല ഉദ്ദേശങ്ങളെ പ്രപഞ്ചത്തിലെത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഹൃദയശബ്ദം കേൾക്കുക. അത് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അനുഭവിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ ഹൃദയത്തിലും ശ്വാസത്തിലും കേന്ദ്രീകരിക്കുക. ദീർഘമായി ശ്വാസമെടുക്കുക. പ്രപഞ്ചവുമായി ബന്ധം സ്ഥാപിക്കാനുള്ള നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾ ശക്തമായാൽ പ്രപഞ്ചത്തിന്റെ ശക്തി
നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ ജീവിതത്തിലും പ്രവേശിക്കാൻ എളുപ്പത്തിൽ ശ്രമിക്കും. അവർ നിങ്ങളുടെ ജീവിതം മാറ്റാൻ ശ്രമിക്കും. സങ്കൽപ്പിക്കുക, വിഷ്വലൈസേഷൻ. സുഹൃത്തുക്കളെ, ഭാവനശക്തി മനുഷ്യന് പ്രപഞ്ചം നൽകിയിട്ടുള്ള ഒരു അമൂല്യ ശക്തിയാണ്. ഇതുപയോഗിച്ച് ഒരാൾക്ക് അവന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിയും. നിങ്ങളുടെ ഹൃദയത്തിൽ സത്യസന്ധമായ ഉദ്ദേശ്യത്തോടെ കണ്ണുകൾ അടച്ച് പ്രപഞ്ചശക്തിയെ കാണാൻ തുടങ്ങുക. നിങ്ങൾ ശക്തികൾ അനുഭവിക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങൾ പ്രപഞ്ചത്തോട് എന്താണ് ആവശ്യപ്പെട്ടതെന്ന് സങ്കൽപ്പിക്കുക. അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് സങ്കൽപ്പിക്കുക. നിങ്ങളുടെ എല്ലാ 5 ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ച് അത് അനുഭവിക്കുക. നിങ്ങളൊരു സാഹചര്യം സങ്കൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ആ കാര്യം യാഥാർത്ഥ്യമായി എന്ന് അനുഭവിക്കുക. നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ട് അത് അനുഭവിക്കുക. ഈ ശക്തിയുടെ രഹസ്യം നിങ്ങളുടെ ശ്രദ്ധ മുഴുവൻ നിങ്ങളുടെ വികാരങ്ങളിൽ കേന്ദ്രീകരിക്കണം എന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥന അനുഭവിക്കുക. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുമായി എത്രത്തോളം വൈകാരികമായി ബന്ധപ്പെടുന്നുവോ അത്രത്തോളം അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പ്രപഞ്ചം നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്രയും വേഗം പൂർത്തിയാക്കും. പ്രപഞ്ചത്തോട് നന്ദി പറയുക, ഗ്രാറ്റിറ്റ്യൂഡ്. സുഹൃത്തുക്കളെ, നിങ്ങളെത്തന്നെ ശാശ്വതമായ സമാധാനത്തോടും സംവേദനക്ഷമതയോടും കൂടി യഥാർത്ഥ വികാരങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ ദൈവവുമായി സംസാരിക്കാനും എന്തും ചോദിക്കാനുമുള്ള ഏറ്റവും നല്ല സമയമാണിത്. നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് തുടങ്ങുക, കാരണം ഇത് നിങ്ങളുടെ വികാരത്തെ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്നു. നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയച്ച നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചം സ്വീകരിക്കുന്നു. നിങ്ങളുടെ ഹൃദയം പ്രപഞ്ചത്തോട് പ്രകടിപ്പിക്കുന്ന നന്ദി വ്യത്യസ്തമായ ഒരു കമ്പന ആവൃത്തി പുറപ്പെടുവിക്കുന്നു. അത് നേരിട്ട് പ്രപഞ്ചത്തിലെത്തുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളെത്തന്നെ കണ്ടെത്താൻ ശ്രമിക്കുക. സന്തോഷവാനായിരിക്കുക. പ്രപഞ്ചത്തോടും ദൈവത്തോടും പ്രകൃതിയോടും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളെത്തന്നെ സ്വതന്ത്രമാക്കുക. സുഹൃത്തുക്കളെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങളിൽ തന്നെ ആത്മസാത്കരിച്ച ശേഷം ഇതുപയോഗിച്ച് നിങ്ങളുടെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം ഉപേക്ഷിക്കുന്നു. നിങ്ങൾ ആ സാഹചര്യം സ്വയം അനുഭവിക്കുമ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല. ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഈ ശക്തി എങ്ങനെ തരും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ രഹസ്യം പ്രപഞ്ചത്തിന് മാത്രമേ അറിയൂ. ഈ ശക്തിയുടെ അർത്ഥം നിങ്ങൾ ഇന്നു മുതൽ 24 മണിക്കൂറും ഇരുന്നുകൊണ്ട് ഇത് ഉപയോഗിക്കുകയും പ്രപഞ്ചത്തോട് സംസാരിക്കുകയും ചെയ്യണം എന്നല്ല. യഥാർത്ഥത്തിൽ ഇത് ഒരു സാധാരണ കാര്യമല്ല. അത് പ്രപഞ്ചം നിങ്ങൾക്ക് എക്സ്പ്രസ് കൊറിയർ വഴി എത്തിച്ചു തരാൻ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ പോസിറ്റിവിറ്റിയോടും ബോധത്തോടും കൂടി ജീവിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഏതു രൂപത്തിലും മറുപടി ലഭിക്കും. അത് നമ്മൾ നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ചുറ്റും എപ്പോഴും ജാഗരൂകനായിരിക്കണം. നിങ്ങളുടെ ചുറ്റും സംഭവിക്കുന്ന അവിചാരിത സംഭവങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക. കാരണം ദൈവം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെയാണ് സൂചനകൾ നൽകുന്നത്. നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. ഓരോ സംഭവത്തെക്കുറിച്ചും ചുറ്റുപാടിലുണ്ടാകുന്ന ഓരോ മാറ്റത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കുക. പ്രപഞ്ചത്തിന്റെ സൂചന മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ 100% പൂർത്തീകരിക്കാൻ തുടങ്ങും. പ്രപഞ്ചത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് ഉചിതമായ ശരിയായ സമയത്ത് ലഭിക്കും. നിങ്ങൾ അയച്ച പ്രാർത്ഥനയോ ആഗ്രഹമോ ശരിയായ സമയത്ത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചുവരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചത്തിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾ വിശ്വസിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ വൈകാരികമായി ബന്ധപ്പെട്ട് ഇരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് പ്രപഞ്ചത്തിൽ നിന്ന് മറുപടി ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കുന്നതിന് ആദ്യം നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ഉണ്ടായിരിക്കണം. പ്രപഞ്ചത്തിന് തെറ്റായ സൂചനകൾ നൽകരുത്. നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിന് വിശ്രമം നൽകുക. നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചിന്തിക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം നിലനിർത്തുക. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കുക. അതിനെ സകാരാത്മകമാക്കുക. ഇപ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് ആവശ്യപ്പെട്ട കാര്യം പൂർണ്ണ ഹൃദയത്തോടെ അനുഭവിക്കുക. പ്രപഞ്ചത്തോട് നിങ്ങളുടെ ആദരവ് പ്രകടിപ്പിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന പ്രപഞ്ചത്തിൽ എത്തിച്ച ശേഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകുന്നതിനായി കാത്തിരിക്കുക. അന്തരീക്ഷത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അനുഭവിക്കുക. പ്രപഞ്ചത്തിന്റെ വികസനം മനസ്സിലാക്കാൻ ശ്രമിക്കുക. എപ്പോഴും ദയയുള്ളവരായിരിക്കുക. ഇവിടെ ഈ പ്രക്രിയയെല്ലാം പൂർത്തിയാവുകയാണ്. ഈ പ്രക്രിയയ്ക്ക് ശേഷം നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പ്രപഞ്ചത്തിലെത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളത് പൂർത്തിയാവുന്നതിനു വേണ്ടി കാത്തിരിക്കുക. അത് പൂർത്തിയാകും. ഇതിനായി നിങ്ങൾ കുറച്ച് കാത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഇതിനെല്ലാം ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമുണ്ടെങ്കിൽ അത് സമയമാണ്. പ്രപഞ്ചത്തിന് നിങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം നൽകുന്നത് സമയമാണ്. ഈ പ്രക്രിയ നിങ്ങളെ പ്രപഞ്ചത്തിലടങ്ങിയിരിക്കുന്ന ശക്തിയും രഹസ്യങ്ങളുമായി ആത്മീയമായി ബന്ധിപ്പിക്കുന്നു. ഈ 6 നിയമങ്ങൾ നിങ്ങൾ പാലിക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുപോലുമില്ലാത്ത നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാവുന്ന ഒരു ലോകത്ത് നിങ്ങളെ തന്നെ കണ്ടെത്തും. അവിടെ ചുറ്റും സകാരാത്മക ഊർജ്ജവും ശാന്തതയുമായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പ്രപഞ്ചവുമായി ബന്ധപ്പെടാൻ പൂർണ്ണ ഹൃദയത്തോടെ പ്രപഞ്ചത്തോട് പ്രാർത്ഥിക്കുക. അതിൽ വിശ്വസിക്കുക. എപ്പോഴും സകാരാത്മകമായിരിക്കുക. ദൈവത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തോട് സംസാരിക്കുന്നതിനും അവിടെ എത്തുന്നതിനും എന്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ ആശംസകളും. പ്രപഞ്ചം നമ്മെ എങ്ങനെ സൂചന നൽകുന്നു?
പ്രപഞ്ചശക്തികൾ അവരുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും പ്രപഞ്ചത്തിലെ ചില ഊർജ്ജങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. ഈ ഊർജ്ജങ്ങളോ ശക്തികളോ വരാനിരിക്കുന്ന സമയം നിങ്ങൾക്ക് നല്ലതാണോ അല്ലയോ എന്ന് നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നു. ഈ ശക്തികൾ നിങ്ങളെ മുന്നറിയിക്കാനും ശ്രമിക്കുന്നു. പ്രപഞ്ചത്തിലെ ഈ പ്രത്യേക ഊർജ്ജങ്ങൾ സമയാസമയങ്ങളിൽ നിങ്ങൾക്ക് ചില പ്രത്യേക സൂചനകൾ നൽകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ പെട്ടെന്ന് വർദ്ധിക്കാൻ തുടങ്ങുകയും വഴി എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാതിരിക്കുകയും ചെയ്താൽ ദൈവത്തിന്റെയോ പ്രപഞ്ചത്തിന്റെയോ ആ ശക്തി നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ധ്യാനത്തിന്റെയും ആത്മീയതയുടെയും അഭയം തേടിയാൽ മാത്രമേ അവർ നൽകുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയൂ. ചിലപ്പോൾ നമ്മൾ ഒരു വഴി തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാവുകയും അതിലൂടെ തന്നെ സഞ്ചരിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരേ ദിശയിലേക്ക് ഒഴുകിപ്പോകുന്നു. ഇതും പ്രപഞ്ചത്തിന്റെ ഊർജ്ജം നൽകുന്ന ഒരു സൂചനയാണ്. അതുവഴി നിങ്ങളുടെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കാനും ശരിയായ പാതയിൽ മുന്നോട്ടു പോകാനും കഴിയും. ഈ ലോകത്ത് ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. സംഭവിക്കുന്ന ഓരോ കാര്യത്തിനു പിന്നിലും എന്തെങ്കിലും കാരണം തീർച്ചയായുമുണ്ട്. ചിലപ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പോകാൻ തയ്യാറെടുത്തിട്ടും അത് റദ്ദാക്കുന്നു. പോകേണ്ട സ്ഥലത്ത് ഒരു അപകടം സംഭവിച്ചു എന്ന് പെട്ടെന്ന് അറിയുന്നു. നമ്മൾ പോയിരുന്നെങ്കിൽ ആ അപകടത്തിൽ അകപ്പെട്ടേനെ. ഇത് നിങ്ങളുടെ മനസ്സിൽ യാത്ര റദ്ദാക്കാൻ സൂചന നൽകിയ പ്രപഞ്ചശക്തികളുടെ ഒരു ഉദാഹരണമാണ്. ചിലപ്പോൾ നമുക്ക് പെട്ടെന്നൊരു വിചിത്രമായ അനുഭവമുണ്ടാകുന്നു. എവിടെയും നമുക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ മനസ്സിൽ ധാരാളം ചിന്തകൾ ഓടിക്കൊണ്ടിരിക്കുന്നു. സന്തോഷമായിരിക്കുമ്പോഴും നമ്മൾ സന്തോഷിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പ്രപഞ്ചശക്തികൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുക. നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ ജീവിതം ഒരു സിനിമ പോലെ ഓടുന്നു. സ്വപ്നങ്ങളിൽ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ യഥാർത്ഥത്തിൽ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്നതാണ് എന്ന വ്യത്യാസം മാത്രം. ഇതെല്ലാം നിങ്ങൾക്കും സംഭവിക്കുന്നുണ്ടെങ്കിൽ ചില പ്രത്യേക ശക്തികൾ നിങ്ങളുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ടാകും. ചിലപ്പോൾ നമുക്ക് അതിരില്ലാത്ത സന്തോഷം ലഭിക്കുന്നു, ചിലപ്പോൾ ആഴത്തിലുള്ള നിരാശയും. ദുഃഖം നമ്മെ വലയം ചെയ്യുമ്പോൾ നിഷേധാത്മക ചിന്തകൾ നമ്മെ കീഴടക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മളിലോ മറ്റുള്ളവരിലോ പ്രപഞ്ചശക്തിയിലോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിഷമം, ദേഷ്യം, നിരാശ എന്നിവ നമ്മെ വലയം ചെയ്യുന്നു. അതുകൊണ്ട് ആദ്യം വിശ്വാസം നിലനിർത്തുക. നമ്മൾ തികച്ചും നിസ്സഹായരായിരിക്കുമ്പോൾ പോലും സഹായം ലഭിക്കുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ടെന്ന വിശ്വാസം ഉണ്ടാക്കുക. നമുക്ക് ഏറ്റവും ക്ഷേമകരമായത് എന്താണോ അത് ദൈവം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ഇഷ്ടത്തിലാണ് നമ്മുടെ നന്മ എന്ന് വിശ്വസിക്കുക. പ്രപഞ്ചത്തിന് തരാൻ അനന്തമായ കാര്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ശരിയായത് എന്താണെന്ന് പ്രപഞ്ചം തീരുമാനിക്കട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലി സത്യസന്ധമായി തുടരുക. ശരിയായ സമയത്ത് ഈ മഹത്തായ പ്രപഞ്ചം നിങ്ങളെയും സമ്മാനിക്കും. ഇത് മനസ്സിലാക്കാൻ നമ്മൾ പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ, ലോസ് ഓഫ് യൂണിവേഴ്സ് മനസ്സിലാക്കണം. നിങ്ങൾ ഈ നിയമങ്ങൾ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിജയത്തിന്റെ പടികൾ കയറും. ഈ മുഴുവൻ പ്രക്രിയയിലും പ്രതികാര മനോഭാവം ഉപേക്ഷിക്കുക. പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് നൽകാൻ സമ്മാനങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിച്ചാൽ മതി. നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങൾക്ക് അർഹമായത് നിങ്ങൾക്ക് കൈമാറും. ഈ ഊർജ്ജത്തെ എങ്ങനെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കാം? നിങ്ങൾ ഊർജ്ജത്തെ പ്രവർത്തിപ്പിക്കാൻ പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെത്തന്നെ ഒരു മായാജാലത്തിൽ കുടുങ്ങിയതായി കണ്ടെത്തും. ഈ മായ നിങ്ങളുടെ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന്, അതായത് നിങ്ങളുടെ ഊർജ്ജത്തെ നിശ്ചയിച്ച സ്ഥലത്ത് എത്തുന്നത് തടയും. ഇത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും. ഈ മായ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ്. അത് നിങ്ങളുടെ ഊർജ്ജത്തെ തടസ്സപ്പെടുത്തുന്നു. എങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം പ്രപഞ്ചത്തിന്റെ 12 നിയമങ്ങൾ നിങ്ങളെ മായാജാലത്തിന് മുകളിലേക്ക് ഉയർത്താനും നിങ്ങളുടെ ഊർജ്ജത്തെ ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പ്രപഞ്ചവുമായി ബന്ധപ്പെടാനും നിങ്ങൾക്കിഷ്ടപ്പെട്ട സമ്മാനങ്ങൾ നേടാനും സഹായിക്കും. നമുക്ക് നോക്കാം പ്രപഞ്ചത്തിന്റെ 12 നിയമങ്ങൾ. 12 ലോസ് ഓഫ് യൂണിവേഴ്സ്. 1. ദിവ്യ ഐക്യത്തിന്റെ നിയമം, ലോ ഓഫ് ഡിവൈൻ വൺനെസ്. ദിവ്യ ഐക്യത്തിന്റെ നിയമം ഓരോ മനുഷ്യനെയും ഭൗതികവും ആത്മീയവുമായ എല്ലാ കാര്യങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ പ്രപഞ്ചത്തെ ബാധിക്കുന്നു. ആ പ്രവൃത്തിക്കനുസരിച്ച് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഫലം നൽകുന്നു. നിങ്ങൾ ഈ പ്രപഞ്ചവുമായി നന്നായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിജയം ലഭിക്കാത്തത്? ഇത് അറിയേണ്ടത് പ്രധാനമാണ്. പ്രപഞ്ചം നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അനുസരിച്ച് പ്രതികരിക്കുന്നു. നിങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്ന് സ്വയമായി സമ്മാനങ്ങൾ ലഭിക്കില്ല. അതിനായി നിങ്ങൾ ത്യാഗം ചെയ്യേണ്ടതുണ്ട്. പ്രപഞ്ചത്തിന് സകാരാത്മകമായ ത്യാഗമാണ് ഏറ്റവും ഇഷ്ടം. ഇത് മനസ്സിലാക്കാം. ദിവ്യ ഐക്യത്തിന്റെ നിയമം വഴി നിങ്ങൾ ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും തുടർച്ചയായി നിരീക്ഷിക്കുന്ന ഒരാളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ദിവസത്തിന്റെ വലിയൊരു ഭാഗം അനാവശ്യ കാര്യങ്ങളിൽ ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് ഇത് അറിയില്ലായിരിക്കാം. പക്ഷേ പ്രപഞ്ചം നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളുടെയും കണക്കെടുപ്പ് നടത്തുന്നു. നിങ്ങൾ സമയം പാഴാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മടിയനാണെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളെ മുൻപത്തേക്കാൾ കൂടുതൽ മടിയനാക്കും. നിങ്ങൾ സമയം പാഴാക്കുന്നതിൽ വൈദഗ്ധ്യം നേടും. നിങ്ങൾക്ക് സമയം പാഴാക്കാൻ ധാരാളം കാരണങ്ങൾ ലഭിക്കും.
നിങ്ങളുടെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന മായ അത് നന്നായി സ്വീകരിക്കും. നിങ്ങളുടെ വിജയത്തിന്റെ പടിയിലേക്ക് എത്താനുള്ള വഴി മാറ്റിക്കളയും. നിങ്ങൾ തെറ്റായ പാതയിൽ ഇറങ്ങിപ്പോകുകയും പല കാര്യങ്ങളിലും വിജയം നേടാനുള്ള ആഗ്രഹത്തിൽ അലഞ്ഞു നടക്കുകയും ചെയ്യും. വിജയം നേടാൻ എന്തു ചെയ്യണം? നിങ്ങൾ എന്തിനുവേണ്ടി ജനിച്ചുവോ അത് ചെയ്യുക. നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ജോലി പ്രപഞ്ചത്തിനു മുന്നിൽ പൂർണ്ണമായ സമർപ്പണത്തോടെ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഈ പ്രപഞ്ചം മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളുടെ മടി സ്വയമായി കുറയ്ക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജോലിയിൽ മുൻപത്തേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഈ സമയത്ത് കർമ്മനിയമമനുസരിച്ച് പ്രപഞ്ചം നിങ്ങളെ പരീക്ഷിച്ചേക്കാം. നിങ്ങൾക്ക് പലതരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾ വരുന്നത് നിങ്ങൾ കഴിഞ്ഞ കാലത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്തിരുന്നതുകൊണ്ടാണ്. സമയം പാഴാക്കിയതും ആ തെറ്റുകളുടെ ഭാഗമാണ്. 2. കമ്പനത്തിന്റെ നിയമം, ലോ ഓഫ് വൈബ്രേഷൻ. കമ്പനത്തിന്റെ നിയമം പറയുന്നത് പലപ്പോഴും നമ്മൾ ഉത്സാഹിതരോ സന്തോഷവാന്മാരോ ആയിരിക്കുമ്പോൾ ചുറ്റുമുള്ള അന്തരീക്ഷം സ്വാഭാവികമായും സന്തോഷകരമാകും. അതിന്റെ വിപരീതവും സംഭവിക്കുന്നു. നമ്മൾ വിഷാദത്തിലോ സമ്മർദ്ദത്തിലോ ആയിരിക്കുമ്പോൾ അന്തരീക്ഷവും ദുഃഖകരമാകും. സമ്മർദ്ദം കാരണം കാര്യങ്ങൾ കുറഞ്ഞതും സങ്കീർണവുമാണെന്ന് തോന്നുന്നു. നമ്മുടെ മനസ്സ് കോപത്തിനും തെറ്റിദ്ധാരണയ്ക്കും ഇരയാകുന്നു. സന്തോഷമായിരിക്കുന്നത് ഒരു കലയല്ല, മറിച്ച് മനുഷ്യൻ ദിവസം മുഴുവൻ പരിശ്രമിക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. സന്തോഷം നൽകുന്ന മാർഗങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന വസ്തു ഭൗതികമല്ലാതെ ആത്മീയമായിരിക്കാൻ ശ്രമിക്കുക. ആത്മീയ സന്തോഷം കൂടുതൽ കാലം നിലനിൽക്കും. ആവശ്യമില്ലാത്തതും കാണാത്തതുമായ പല പ്രശ്നങ്ങളെയും അകറ്റാൻ സഹായിക്കും. സന്തോഷത്തോടെയിരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ മറ്റു പല സന്തോഷങ്ങളും ആകർഷിക്കപ്പെടുന്നു. ഇതുവഴി പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലാകും. സന്തോഷം ഒരു പ്രത്യേക കമ്പനം സൃഷ്ടിക്കുന്നു. വെറുതെ സന്തോഷത്തോടെയിരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റിവിറ്റിയെ നിങ്ങൾ ശുദ്ധീകരിക്കുന്നു. നിങ്ങൾ സന്തോഷിക്കുമ്പോൾ ആകർഷണ നിയമങ്ങൾ അനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ സന്തോഷം ലഭിക്കുന്നു. നിങ്ങൾ മുൻപത്തേക്കാൾ കൂടുതൽ ഫലപ്രദമായി മാറുന്നു. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വിജയത്തിനുള്ള അനുഗ്രഹം നേടും. 3. കർമ്മനിയമം, ലോ ഓഫ് ആക്ഷൻ. കർമ്മനിയമത്താൽ ഈ ലോകം മുഴുവൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിക്ക് വിജയിക്കാൻ കഴിയുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കർമ്മനിയമം നിങ്ങളെ അനുവദിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഇതിനുവേണ്ടി നിങ്ങൾ തെറ്റായ വഴി തിരഞ്ഞെടുത്താൽ അതിന്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരാൻ സാധ്യതയുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും നേടണമെന്ന് ഈ പ്രപഞ്ചം ആഗ്രഹിക്കുന്നു. കഠിനാധ്വാനം പ്രപഞ്ചം നൽകിയ ഒരു അമൂല്യ സമ്മാനമാണ്. ഇത് നേടാൻ നിങ്ങൾ അലസതയെ തോൽപ്പിക്കണം. നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്ന കാര്യത്തിൽ തുടർച്ചയായി പ്രവർത്തിക്കുക. അതിൽ സമയവും കഠിനാധ്വാനവും നിക്ഷേപിക്കുക. ഈ പ്രപഞ്ചം നിങ്ങളുടെ ആ പ്രവൃത്തിയെ തീർച്ചയായും ആദരിക്കും. പക്ഷേ ആ പ്രവൃത്തിയിൽ ഒരു തെറ്റുമുണ്ടാകാതിരിക്കാൻ നിങ്ങൾ നീണ്ട തപസ് ചെയ്യേണ്ടിവരും. നീണ്ട തപസ് എന്നാൽ നിങ്ങളുടെ കർമ്മത്തിൽ തുടർച്ചയായി ഏർപ്പെട്ടിരിക്കുക എന്നതാണ്. ഫലത്തെക്കുറിച്ചുള്ള ആശങ്ക ഉപേക്ഷിച്ച് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചം നിങ്ങളുടെ പ്രതീക്ഷയേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നൽകും. ഇങ്ങനെ നിങ്ങൾ തീർച്ചയായും വിജയം നേടും. 4. പൊരുത്തപ്പെടലിന്റെ നിയമം, ലോ ഓഫ് കറസ്പോണ്ടൻസ്. ഈ നിയമം പാലിക്കുന്നതിലൂടെ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും വ്യക്തിപരമായി നിങ്ങളുടെ ശരീരവുമായും വികാരങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എങ്ങനെ അനുഭവിക്കുന്നുവോ അതുപോലെയാണ് നിങ്ങൾക്ക് പുറം ലോകത്തും കാണാൻ ലഭിക്കുന്നത്. അതുകൊണ്ട് നല്ലതും ചീത്തയുമായ സാഹചര്യങ്ങളിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ നിയന്ത്രിക്കുകയാണെങ്കിൽ കാലക്രമേണ പുറം ലോകത്തും മാറ്റങ്ങൾ സങ്കൽപ്പിക്കാൻ കഴിയും എന്നറിയേണ്ടത് ആവശ്യമാണ്. ഈ മാറ്റം നിങ്ങളുടെ മനസ്സിനനുസരിച്ചായിരിക്കും. അത് നിങ്ങൾക്ക് തീർച്ചയായും നല്ല ഭാഗ്യം കൊണ്ടുവരും. 5. കാരണത്തിന്റെയും ഫലത്തിന്റെയും നിയമം, ലോ ഓഫ് കോസ് ആൻഡ് എഫക്റ്റ്. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതികരണമുണ്ട്. ഈ നിയമം അതുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ എന്ത് വിതയ്ക്കുന്നുവോ അതുതന്നെ കൊയ്യുന്നു. ഇതിനെയാണ് കർമ്മനിയമം എന്നും പറയുന്നത്. കാരണത്തിന്റെയും ഫലത്തിന്റെയും നിയമം കർമ്മനിയമവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ഓരോ ചിന്തയും വികാരവും സംവേദനവും പുറം ലോകത്ത് സ്വാധീനം ചെലുത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതികരണവും ഉണ്ടാകുന്നു. എന്നാൽ പലപ്പോഴും നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടും നമുക്ക് ചീത്ത സംഭവിക്കുന്നു. എന്തുകൊണ്ടാണിത്? മനുഷ്യൻ ഒരു നല്ല കർമ്മം ചെയ്യുമ്പോൾ പ്രകൃതി അവന് ഏറ്റവും ആവശ്യമുള്ള ഫലം നൽകുന്നു. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മോശം ഫലങ്ങൾ നേരിടുന്നത് നമ്മുടെ പഴയ മോശം കർമ്മങ്ങൾ അനുഭവിക്കാനുള്ള അവസരം പ്രകൃതി നമുക്ക് നൽകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതിലൂടെ നമ്മുടെ പഴയ ദോഷങ്ങൾ കുറയുന്നു. കർമ്മം നമ്മെ എല്ലാ ദോഷങ്ങളിൽ നിന്നും മുക്തമാക്കുമ്പോൾ നമ്മുടെ നല്ല കർമ്മങ്ങളുടെ ഫലം ലഭിക്കാൻ തുടങ്ങുന്നു. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്ത് കൂടുതലും നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സമയം ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ്. തുടർച്ചയായി കർമ്മം ചെയ്യേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിങ്ങളെ കർമ്മം ചെയ്യാത്തവരുടെ കൂട്ടത്തിൽ എണ്ണും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പ്രപഞ്ചം സമ്മാനങ്ങൾ നൽകുന്നില്ല. നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ പഴയ കർമ്മങ്ങളുടെ ഫലമാണ്. വിജയം നേടുന്നത് നിങ്ങൾ സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ എളുപ്പമാണ്. നിങ്ങളുടെ കർമ്മത്തിൽ സമയം നൽകുകയും ക്ഷമ നിലനിർത്തുകയും ചെയ്താൽ മാത്രം മതി. കർമ്മനിയമം കാരണം ഓരോ വ്യക്തിയും അവന്റെ കർമ്മങ്ങളുടെ ഭോഗിയാകുന്നു.
ആ വ്യക്തി നല്ല കർമ്മം ചെയ്യുന്നുണ്ടോ ചീത്ത കർമ്മം ചെയ്യുന്നുണ്ടോ എന്നതിന് പ്രസക്തിയില്ല. ഓരോ വ്യക്തിക്കും അവന്റെ കർമ്മഫലം തീർച്ചയായും ലഭിക്കുന്നു. ഇതിനെയാണ് നഷ്ടപരിഹാര നിയമം, ലോ ഓഫ് കമ്പൻസേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്താണ് നൽകുന്നത് അതേ നിങ്ങൾക്ക് തിരിച്ചും ലഭിക്കും. നിങ്ങളുടെ വികാരം ആരെയെങ്കിലും ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ നിങ്ങൾക്കും ഏതെങ്കിലും രൂപത്തിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും. എന്നാൽ നിങ്ങൾ ആരുടെയെങ്കിലും ഏറ്റവും നല്ല വികാരത്തോടെ സേവിക്കുകയാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് ഏറ്റവും മികച്ച സമ്മാനം നൽകും. സൃഷ്ടിയിൽ സന്തുലിതാവസ്ഥ നിലനിർത്താനുള്ള വഴിയാണിത്. കാരണം നമ്മൾ എല്ലാ സാഹചര്യങ്ങളിലും പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതിന്റെ നിയമങ്ങൾക്ക് വിധേയരാണ്. 6. ആകർഷണ നിയമം, ലോ ഓഫ് അട്രാക്ഷൻ. ഇത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ നിയമമാണ്. ഇതിനെ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നു. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നേടാൻ കഴിയും. നിങ്ങളുടെ ഉള്ളിൽ സകാരാത്മക ഊർജ്ജം ഉണ്ടാക്കിയാൽ മതി. ആകർഷണ നിയമം പറയുന്നു, ഈ ലോകത്തിലെ ഊർജ്ജമുള്ള എല്ലാ വസ്തുക്കൾക്കും അവരുടെ മനസ്സിലെ ചിന്തകൾക്കനുസരിച്ച് പോസിറ്റീവ് നെഗറ്റീവ് ഊർജ്ജങ്ങളെ അവരുടെ അടുത്തേക്ക് ആകർഷിക്കാൻ കഴിയും. നിങ്ങൾ പുറത്തുവിടുന്ന ഊർജ്ജത്തിന്റെ തരമനുസരിച്ച് അതുപോലെയുള്ള ഊർജ്ജത്തെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കും. ഇത് വളരെ ലളിതമാണ്. അതുകൊണ്ട് നിങ്ങൾ മിക്ക സമയത്തും സകാരാത്മക ഊർജ്ജമുണ്ടാക്കുകയും നിങ്ങളുടെ ഉള്ളിൽ സകാരാത്മകത വികസിപ്പിക്കുകയും ചെയ്യുന്ന ചിന്തകളിൽ മുഴുകിക്കൂടാ. നമ്മുടെ ഉള്ളിൽ നിഷേധാത്മകവും മോശവുമായ ചിന്തകൾക്ക് ജന്മം നൽകുന്ന എല്ലാ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുക. നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായി ആവർത്തിക്കുക. സമയം വരുമ്പോൾ ആകർഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ആ ലക്ഷ്യം നേടും. 7. ഊർജ്ജ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഓരോ ജീവനുള്ള വസ്തുവിനുള്ളിലും ഊർജ്ജത്തിന്റെ ഒരു ശേഖരമുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങളിൽ ഏതുതരം ഊർജ്ജമാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും, സകാരാത്മകമോ നിഷേധാത്മകമോ. നിങ്ങൾ എപ്പോഴെങ്കിലും നിഷേധാത്മക ചിന്തകളുള്ള ഒരാളുടെ അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഊർജ്ജം നിങ്ങളിലേക്ക് മാറ്റപ്പെടുകയും നിങ്ങളുടെ ചിന്തകളെയും നിഷേധാത്മകമാക്കുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ചലനാത്മകമായ ഊർജ്ജത്തെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളെത്തന്നെ ശാന്തവും സ്ഥിരതയുള്ളതുമാക്കാൻ ശ്രമിക്കുക. ശാന്തതയും മനസ്സിന്റെ സ്ഥിരതയും സകാരാത്മക ഊർജ്ജത്തെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്നു. എല്ലാം നന്നായി പോകും അല്ലെങ്കിൽ ശരിയാകും എന്ന സകാരാത്മക വിശ്വാസം മനസ്സിലുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. സകാരാത്മക വിശ്വാസവും ഒരുതരം ഊർജ്ജമാണ്. 8. ആപേക്ഷികതയുടെ നിയമം, ലോ ഓഫ് റിലേറ്റിവിറ്റി. ലോ ഓഫ് റിലേറ്റിവിറ്റി അനുസരിച്ച് ഓരോ മനുഷ്യന്റെയും സ്വഭാവം സ്വയം മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുക എന്നതാണ്. മനുഷ്യൻ ആരെയെങ്കിലും തന്നേക്കാൾ മികച്ചവനായി കരുതുന്നു. എന്നാൽ യാഥാർത്ഥ്യം എന്തെന്നാൽ ഓരോ മനുഷ്യനും പരസ്പരം തുല്യരാണ്. ഒരാൾ മികച്ചവനാകുന്നത് ആ വ്യക്തിക്ക് ഒരു വിഷയത്തിൽ കൂടുതൽ താൽപ്പര്യമുള്ളതുകൊണ്ടും ആ ജോലി ചെയ്യാനുള്ള വഴി അറിയുന്നതുകൊണ്ടുമാണ്. നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ജോലി ശരിയായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ വിഷയത്തിൽ മികച്ചവരായി മാറും. താരതമ്യം ചെയ്യുന്നത് മനസ്സിൽ അശാന്തിയുണ്ടാക്കുന്നു. എന്നിരുന്നാലും മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യുന്നത് മനുഷ്യന്റെ ഒരു സ്വാഭാവിക സ്വഭാവമാണ്. ഇത് പലപ്പോഴും ദുഃഖത്തിന് കാരണമാകുന്നു. അതുകൊണ്ട് നമുക്കുള്ളതിൽ സന്തോഷത്തോടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഗുണങ്ങൾ താരതമ്യം ചെയ്യുന്നതിനു പകരം അവയെ കൂടുതൽ വികസിപ്പിക്കുക എന്നതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. 9. സ്ഥിരതയുടെ നിയമം, ലോ ഓഫ് പെർസിസ്റ്റൻസ്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മനസ്ഥിതി മാറ്റാനും നമുക്കിഷ്ടമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാനും കഴിയുമെന്ന് സ്ഥിരതയുടെ നിയമം നമ്മെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ നിഷേധാത്മകതയാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ പോലും പ്രപഞ്ചത്തിന്റെ നിയമമനുസരിച്ച് നമുക്കത് മാറ്റാൻ കഴിയും. നിങ്ങൾ നിഷേധാത്മക ഊർജ്ജങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ ആ സമയത്തും നിങ്ങൾ ഈ പ്രപഞ്ചത്തിന്റെ നിയമത്തിന് കീഴിലാണ് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഇതിനർത്ഥം ഈ പ്രപഞ്ചം നിങ്ങളെ എന്തോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അതിന്റെ ഭാഷ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ ഭാഷ നിങ്ങളെ നിഷേധാത്മകതയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. 10. താളത്തിന്റെ നിയമം, ലോ ഓഫ് റിതം. ഓരോ മനുഷ്യനും അവന്റെ ജീവിതം ഒരു താളത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതെപ്പോഴും സാധ്യമല്ല. മായ നമ്മെ ഏതെങ്കിലും തരത്തിൽ വലയം ചെയ്യുന്നു. നിങ്ങൾ മനസ്സിൽ ആരെക്കുറിച്ചെങ്കിലും തെറ്റായി ചിന്തിക്കുകയാണെങ്കിൽ പോലും ഒരു തരം കമ്പനമോ തരംഗമോ ഉണ്ടാകുന്നു. ഈ കമ്പനം അതിന്റെ ഉള്ളിൽ സന്ദേശം വഹിച്ചുകൊണ്ട് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ചിന്തകളെക്കുറിച്ചും ഈ പ്രപഞ്ചത്തോട് പറയുന്നു. നഷ്ടപരിഹാര നിയമമനുസരിച്ച് ഈ പ്രപഞ്ചം നിങ്ങൾക്ക് ഫലം നൽകുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര സകാരാത്മകമായി തുടരാൻ ശ്രമിക്കുക. 11. ലിംഗഭേദ നിയമം, ലോ ഓഫ് ജെൻഡർ. ലിംഗഭേദ നിയമം ഈ പ്രപഞ്ചത്തിന്റെ അച്ചടക്കത്തെയും നാനാത്വത്തിലെ ഏകത്വത്തെയും സൂചിപ്പിക്കുന്നു. ഈ ലോകം മുഴുവൻ പുല്ലിംഗത്തിന്റെയും സ്ത്രീലിംഗത്തിന്റെയും സംയോജനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ മുഴുവൻ പ്രപഞ്ചത്തിലും ഓരോ കാര്യത്തിനും 2 വശങ്ങളുണ്ട്, ഒന്ന് പുരുഷനും ഒന്ന് സ്ത്രീയും. ജീവിതം നയിക്കുന്നതിന് ഈ രണ്ടും തുല്യ അവകാശത്തോടെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ഐക്യത്തിനു ശേഷമാണ് സമാധാനം, പുരോഗതി, സമൃദ്ധി എന്നിവ അനുഭവിക്കാൻ കഴിയുന്നത്. പ്രപഞ്ചത്തിന്റെ ഈ 12 നിയമങ്ങൾ ശരിയായ രീതിയിൽ പാലിക്കുന്നതിലൂടെ മാത്രമേ
നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധി ആഗ്രഹിക്കാൻ കഴിയൂ. ഈ നിയമങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കാൻ കഴിയും, യഥാർത്ഥ അർത്ഥത്തിൽ വിജയം നേടാൻ കഴിയും. നന്ദി പ്രകടിപ്പിക്കാനുള്ള എളുപ്പവഴി, ദ മെത്തേഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. സുഹൃത്തുക്കളെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന രീതി നമ്മൾ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടുന്നതിൽ നിന്ന് ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുക. കാരണം ഈ രീതി അത്രയ്ക്ക് ശക്തമാണ്. ഈ രീതിയുടെ തുടക്കം ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെയാണ്. നമ്മൾ ആർക്കെങ്കിലും നന്ദി പറയുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്കായി ഒരു നല്ല ചിത്രമുണ്ടാകുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു ക്ലാസ്സിൽ എല്ലാ തരത്തിലുള്ള കുട്ടികളുമുണ്ടാകും. നിങ്ങൾക്ക് അവരിൽ പ്രത്യേകതയുള്ളവരായി മാറണമെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ട്. ടീച്ചറോട് നന്നായി സംസാരിക്കണം, നല്ല ജോലി ചെയ്തു കാണിക്കണം, എല്ലാവരെയും ബഹുമാനിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഗുരുവിന്റെ കണ്ണുകളിൽ ഉയരുന്നു. ഗുരു നിങ്ങളെ നന്നായി ശ്രദ്ധിക്കുന്നു, നിങ്ങൾക്ക് നല്ല മാർക്കുകൾ നൽകുന്നു. നല്ല വിദ്യാർത്ഥിയെക്കുറിച്ച് പറയുമ്പോൾ ഗുരു നിങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഗുരു പറയും, ഇവൻ എല്ലാവരെയും ബഹുമാനിച്ചിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. അതുപോലെ ഈ ലോകത്തിലെ കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ട്. ദൈവത്തിന്റെ കണ്ണ് നമ്മളിൽ പതിക്കുന്ന തരത്തിൽ നമ്മൾ പ്രവർത്തിക്കണം. അതെങ്ങനെയാകും? അതേ സുഹൃത്തുക്കളെ, അത് നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് തുടങ്ങുന്നത്. ദൈവം നമുക്ക് നൽകിയ എല്ലാറ്റിനും നമ്മൾ അവനോട് നന്ദി പ്രകടിപ്പിക്കണം. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ആരെങ്കിലും ബുദ്ധിമുട്ടിലാണെങ്കിൽ ഉടൻ അവരെ സഹായിക്കണം. ഇത് നമ്മളും ദൈവവുമായി ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങും. ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെല്ലാ ദിവസവും ദൈവത്തോട് നന്ദി പ്രകടിപ്പിക്കണം. നന്ദി പ്രകടിപ്പിക്കാനുള്ള രീതി തുടങ്ങാം. നിങ്ങൾക്കും എന്റെ കൂടെ പറയാവുന്നതാണ്. ഇന്ന് എനിക്കുള്ള എല്ലാത്തിനും ഞാൻ ഈ പ്രകൃതിക്ക് നന്ദി പറയുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്റെ നല്ല ആരോഗ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഭാഗ്യശാലിയാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ കീർത്തിമാനും യശസ്വിയുമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ജീവിതം വിജയകരമാക്കിയതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നെ ക്ഷമയുള്ളവനും ശക്തനുമാക്കിയതിന് നന്ദി പറയുന്നു. എന്നെ സമ്പന്നനും സന്തോഷവാനുമാക്കിയതിന് നന്ദി പറയുന്നു. ഇന്ന് എനിക്ക് ലഭിക്കുന്ന വിജയത്തിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഞാൻ നന്ദി പറയുന്നു. എന്റെ ജോലിയെ വിജയത്തിന്റെ ഉയരങ്ങളിലേക്ക് എത്തിച്ചതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നെ ഒരു വിജയകരമായ വ്യക്തിയാക്കിയതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. എന്നെയും എന്റെ കുടുംബത്തെയും പരിപാലിക്കുന്നതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. നിങ്ങൾ ഈ രീതി ദിവസവും 5 മുതൽ 10 മിനിറ്റ് വരെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ അത്ഭുതം നിങ്ങൾക്ക് ഉടൻ കാണാൻ ലഭിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കെന്തെങ്കിലും പഠിക്കാൻ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനലിൽ പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു മനോഹരമായ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വിജ്ഞാനപ്രദമായ വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങളുടെ ശ്രദ്ധിക്കുക. ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് നന്ദി. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക.